വകയില് പഠിച്ചോന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടൂല കേട്ടോ. അയക്കൂല തിന്നാലും വരി നിങ്ങളാദ്യം സ്വർഗത്തിൽ കിടന്നോ ആഖിറത്തെന്ന് പറയൂല. അതേസമയം ജീവിതത്തിൽ ആഡംബരങ്ങളും ഭക്ഷണത്തിലെ ഈ ആഡംബരങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് പഴയ കാലത്തുള്ള ഉമ്മാമ്മമാര് അവര് വീട്ടിൽ നിന്ന് പിടിയരി എടുത്തു വെച്ചിട്ട് മാസത്തിൽ മദ്രസക്ക് വേണ്ടി പിരിവിരുന്നാളെടുത്ത് കൊടുത്തില്ലേ, അത് ജുമാക്ക് സ്വരൂപിച്ച് കൊണ്ടുവന്നിട്ട് അതാ ലേലം ചെയ്ത് വിറ്റില്ലേ. ആ വിറ്റ പൈസ കൊണ്ടല്ലേ പള്ളിയിൽ ഉസ്താദിന് ശമ്പളം കൊടുത്തിരുന്നത്. അങ്ങനെയൊക്കെ എന്തൊക്കെ ഹൈറുകൾ ഉണ്ടായിരുന്നു, എല്ലാം എടുക്കപ്പെട്ടു പോയില്ലേ. അതിനനുസരിച്ച് റബ്ബിന്റെ പരീക്ഷണം വരുന്നില്ലേ. ഒരു ഭാഗത്ത് SIR-ന്റെ ബേജാറ്, മറുഭാഗത്ത് വേറെ എന്തൊക്കെയോ. നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുകയല്ലേ. കാലകാലവും ജീവിക്കാനുള്ളതാണ് ഈ ദുനിയാവെന്ന് തോന്നും വിധം പടാ പൊരകൾ ഉണ്ടാക്കുന്നില്ലേ ഓരോരുത്തരും. ചിന്തിക്കുന്നില്ലല്ലോ ഇത് കുറഞ്ഞ കാലത്തേക്കാണ്, ഇത്രയൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നില്ല. പേരും പ്രശസ്തിയും വേണം, പത്രാസ് വേണം. നാലാള് വരുമ്പോ ഒലക്കയറ്റിക്കൊണ്ടുപോയി ഈ റൂമിനുള്ളതാണ് ആ റൂമിനുള്ളതാണ്, അടുക്കള അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്. അതേസമയം ഉമ്മാമ ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് പകരം അരിയില്ലാത്ത കാലത്ത് കിട്ടിയതിൽ നിന്നൊരു പിടിയെടുത്തിട്ട് മാറ്റി വെച്ചു അള്ളാന്റെ ദീനിന്, അള്ളാന്റെ വീട്ടിന്. അതുകൊണ്ട് ഉമ്മാമ കട്ടപ്പുരയിലാ ജീവിച്ചതെങ്കിലും ഒരാളും ആക്രമിക്കാൻ വരുമെന്ന ഭീതി ഉണ്ടായിരുന്നില്ല, ഓടിപ്പോകേണ്ടി വരുമോ എന്ന പേടി ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല യഖീൻ ഉണ്ടായിരുന്നു, ഞാൻ കൊടുക്കുന്നത് കൊണ്ട് അല്ലാഹു തആല മുസീബത്തുകൾ അങ്ങ് തട്ടിത്തരുമെന്ന് വിശ്വസിച്ചിരുന്നു. ആ ഈമാനാണ് ചോർന്നു പോയത്. അതിന്റെ അടയാളമാണ് മഹദറത്തുൽ ബദരിയയുടെ സദസ്സിൽ ബക്കറ്റിൽ 10 റുപ്യ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മാറണം, മാറ്റണം നമ്മുടെ ആഡംബര ജീവിതം. അതുകൊണ്ടൊന്നൊരു കാര്യവും അല്ലാഹുവിന്റെ അടുക്കലില്ല. റിഫായി ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമാ അകൽതഹു തുഫിനി. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കി തിന്നുന്നില്ലേ, അല്ലെങ്കിലും ഇപ്പോ ചിലരെ പ്രവർത്തനമൊക്കെ കണ്ടാൽ അല്ലാഹ് ആകെ പടച്ചത് ഭക്ഷിക്കാനാണോ തിന്നാനാണോ എന്ന് തോന്നിപ്പോലേ. സുബ്ഹാനല്ലാഹ്. സ്റ്റാറ്റസ് വെക്കണം പെണ്ണുങ്ങൾക്ക്. എന്താ വെക്കുക? അന്നുണ്ടാക്കിയ കറി. അപ്പൊ സ്റ്റാറ്റസ് വെച്ചാൽ കുറെ ആള് കാണുമല്ലോ. കാണുന്നതിന് ഉഷാറ് കാണിക്കാൻ വേണ്ടി ഓരോ ദിവസവും വേറെ വേറെ കറി ഉണ്ടാക്കേണ്ടി അന്വേഷണത്തില. ഡിഗ്രി അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എടുക്കേണ്ടി പണിയായി. എന്തുകൊണ്ടാ ബറ്റലിൻ്റെ ഉള്ളിൽ കുത്താതറയില്ലേ നമ്മൾ പേമക്കാർ. അതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനും നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കാൻ പറയാൻ. അങ്ങനെയായിരുന്നില്ല നമ്മളെ പൂർവികര്. നാം അച്ചടക്കം വേണം, ഭക്ഷണത്തിൽ അച്ചടക്കം വേണം, മംഗലത്തിൽ അച്ചടക്കം വേണം, തക്കാരത്തിന് അച്ചടക്കം വേണം, യാത്രയിൽ അച്ചടക്കം വേണം. പെണ്ണിനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കണം. ഈ നാട്ടിൽ 10,000 തുള്ളുന്നുണ്ട്, നമുക്ക് റോട്ടുമ്മ പോയി തുള്ളിക്കൂടാ. സ്ഥാനാർത്ഥി വരുമ്പോഴേക്ക് പോയി കൈ കൊടുത്തുകൂടാ. നമ്മുടെ ഉമ്മാമ്മമാര് അങ്ങനെ ചെയ്തിരുന്നോ? സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കുക, സ്ഥാനാർത്ഥിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. കാണുവാനും ഗുണമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് വയസ്സത്തി അല്ലെങ്കിൽ നിന്ന് കൊടുക്കുക. ഇത് തോന്നിയാസാണ്. എവിടെ എത്തിപ്പോയി നമ്മളെ സുബ്ഹാനല്ലാഹ്.